ഹായ്, ഇന്ന് ഞാനും പ്രിൻസിയും ഒന്ന് ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ കൂടെ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ജുബിനും അവൻ്റെ വൈഫും അവൻ്റെ കൂടെ ഉണ്ട്. ഇവിടുത്തെ 2 സ്റ്റുഡൻസും ഉണ്ടാവും. ഞങ്ങളിന്ന് ലണ്ടൻ ബ്രിഡ്ജ് പോവാണ്. ഒരു പ്രത്യേക സ്പെഷ്യലും ഉണ്ട് ഇന്ന് അവിടെ അവരെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, ജുബിൻ്റെയും വൈഫിൻ്റെയും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യണമെന്ന് ഓർത്തിട്ടാണ് പോകുന്നത്. കൂടെ ലണ്ടൻ ബ്രിഡ്ജ് കാണാമെന്ന് ഓർത്ത് ഇവിടുന്ന് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 3 മന്ത് കഴിഞ്ഞില്ലേ. ഇത് ഇവിടുത്തെ വാറ്റ്ഫോർഡത്തെ ഗുരുദ്വാരയാണ്. അപ്പോൾ നമ്മൾ ഹൈ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കാരണം പിന്നെ അവർ കുറച്ച് നേരത്തെ എത്തി. ഞങ്ങൾ മാറ്റി റെഡിയാകാൻ കുറച്ച് ടൈം എടുത്തു. ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ പോകുന്നു, ആഫ്റ്റർനൂൺ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലൊക്കെ തിരഞ്ഞെടുക്കാനുള്ളൊരു മടിയുണ്ട്. പിന്നെ വൈകുന്നേരം എന്തായാലും ഞങ്ങൾ അവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലുണ്ട്, നവരുചി. അവിടെ കയറിയിട്ട് കഴിക്കാൻ ഓർത്ത് റോഡ് ക്രോസ് ചെയ്യണം. ഇത് അണ്ടർഗ്രൗണ്ട് വഴിയിലാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. ഈ ക്രോസ് ചെയ്തിട്ട് നേരെ വരുന്നത് നമ്മളെ ഹൈ സ്ട്രീറ്റിലേക്കാണ്. ഈ കാണുന്നത് ഹൈ സ്ട്രീറ്റിലേക്ക് വരുന്ന ചെറിയൊരു വഴിയുണ്ട്, ചർച്ചിൻ്റെ ബാക്കിലൂടെ. ഇവിടെ ഹൈ സ്ട്രീറ്റിലൊരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ ബാക്കകത്തൂടെ ഉള്ളൊരു വഴിയത്. ഇതുവഴി നമുക്ക് ഹൈ സ്ട്രീറ്റ് മെട്രോ സ്റ്റേഷനിലെത്താം. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു, ട്രെയിനിൽ കയറി. നോർമൽ ട്രെയിനാണ്. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ ചെയർക്കാർ പോലെയാണ്. ഇതിൽ ബെർത്തല്ല, ചെയറാണ് ഉണ്ടാവില്ല ഇരിക്കാനും. ഞങ്ങൾ നേരെ മുന്നിലെ സീറ്റിൽ ജുബിനും വൈഫും അവൻ്റെ 2 സുഹൃത്തും 2 സ്റ്റുഡൻസാണ്, ഇവിടെ പഠിക്കാൻ വന്നതാണ്. അവരെ വൈഫിൻ്റെ തലശ്ശേരി അവിടെ ഉള്ളതാണ്. ഒരു ജുബിന് എന്തൊക്കെയൊക്കെ ചളിയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം ഇവിടെ നല്ല സ്പീഡിലായി. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ റെയിലാണ്, അപ്പോൾ നല്ല സ്പീഡായിരിക്കും. സൈഡിലൊക്കെ കൃഷിയൊക്കെ തുടങ്ങി, വിൻ്റർ കഴിഞ്ഞ് കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല സ്പീഡാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇവിടുന്ന് 2 ട്രെയിൻ മാറി നമുക്ക് കയറണം. ഇവിടുന്ന് ഫസ്റ്റ് ചെല്ലുന്നത് ഹ്യൂസ്റ്റണാണ്. ഹ്യൂസ്റ്റണിൽ നമുക്ക് മാറിയിട്ട് പിന്നെ അണ്ടർഗ്രൗണ്ട് മെട്രോ വഴി പോകണം. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. എന്താ പറഞ്ഞത്? അങ്ങോട്ട് ഫൈൻ പിടിച്ചമാര് 7 ടാപ്പ് ചെയ്ത് ടിക്കറ്റ് ഇല്ല ടാപ്പ്. അവിടെ ചെന്നിട്ട് പിന്നെ അമ്മമാരുടെ നമ്പർ അറിയോ? അവിടെ ചെന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. ഒരാൾക്ക് എത്ര 300 ഉണ്ട്, അല്ല 30 ഉണ്ട്. 30 ഉണ്ട്. 3000 രൂപ ഒരാൾക്ക്. ഇവളുടെ സർട്ടിഫിക്കറ്റ് മറ്റേ എഴുതിയത് മറ്റേ പിന്നെ മേടിക്കാൻ പോയതാണ്. കണ്ടല്ലേ പിന്നെ തരുന്നേ. നമ്മളൊക്കെ നീ പരീക്ഷ എഴുതിയെടുത്ത് പോയത് ഓർക്കുന്നില്ലേ? അവിടെ പോയി മേടിക്കണോ? ഫൈനലി നമ്മൾ ഹ്യൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് കയറണം, ലണ്ടൻ ബ്രിഡ്ജിലേക്കുള്ള ട്രെയിൻ കയറണം. അപ്പോൾ നമുക്ക് ട്രെയിനിന് ടൈം നോക്കണം. ജസ്റ്റ് ഒന്ന് നമ്മൾ കുറച്ച് മുന്നിലേക്ക് പോയിട്ട് ടൈം എപ്പോഴാണ്, എത്രാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് നോക്കണം. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ടാപ്പ് ചെയ്യണം. ഏത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ATMൽ ടാപ്പ് ചെയ്യണം. നമ്മൾ നാട്ടിലത്തെ പോലെ ടിക്കറ്റ് എടുക്കുകയല്ലേ ചെയ്യുക. ഇവിടെ പോവുക, ഒരു മെഷീൻ ഉണ്ടാവും, നമുക്ക് അവിടെ പോവുക, ടാപ്പ് ചെയ്യുക, പുറത്തേക്ക് പോവുക, അടുത്ത് ട്രെയിൻ ഏതാണെന്ന് നോക്കിയിട്ട് അതിന് വീണ്ടും ടാപ്പ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് അങ്ങ് കട്ടായിക്കോളും. എസ്കലേറ്റർ ഇറങ്ങി താഴെ അടുത്ത ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമുക്ക് പിന്നെ അണ്ടർഗ്രൗണ്ട് വഴി അത് വഴിയാണ്. അപ്പോൾ ആ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ 2 എസ്കലേറ്റർ ഇറങ്ങാണ്ട് ഇവിടെ നല്ല കാഴ്ചയല്ല, അത് കുറേ സമയം എടുക്കും ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇവിടുത്താരൊക്കെ സൈഡിൽ കൂടെ ഇറങ്ങി ഓടും. നമുക്ക് കുറച്ച് പേടിയായതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് അത്ര തിരക്ക് കാണിച്ചില്ല. നല്ല തണുപ്പാട്ടെന്ന്.
ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. ജുബിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല. വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെയുള്ള, കേക്ക് എങ്ങനെ ഓർഡർ ചെയ്യണം എന്നുള്ള ഭയങ്കര പ്ലാനിങ്ങാണ്. എന്താവും അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാം എന്താവുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിനി ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് മറ്റേ അതുപോലെ തന്നെ ഇതിൽ സൈഡിലേക്ക് ഇരിക്കുന്നു, നേരെയല്ല വരുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് തിരയുന്നത്. ഒരു ഐഡിയ ഇല്ല. എല്ലായിടത്തിലേക്ക് നടന്നു പോവാം. ബോർഡ് എഴുതിച്ചിട്ടുണ്ട് എല്ലായിടത്തിലേക്കും. ആദ്യം ഞങ്ങളൊരു വഴി പോയി, അത് തെറ്റി തിരിച്ചിങ്ങോട്ടന്നെ വന്ന് ആദ്യം എത്തിയിടത്ത് ഇങ്ങനെ എത്തി. പിന്നെ വീണ്ടും ഞങ്ങളിനി ലെഫ്റ്റിലേക്കുള്ളത്. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കുക ഏത് സൈഡിലേക്കാണെന്ന്. അപ്പം ലാസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നു മുകളിലേക്ക് ബോർഡ് കണ്ടു. ആ ബോർഡ് നോക്കിയിട്ട് ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ നടന്നിട്ട് പോകും. എല്ലാവരും ഉണ്ട്. ഇതിൽ ഞാനും പ്രിൻസിയും ജുബിനാണ് ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. ബാക്കി 3 പേരും മുന്നേ അവിടെ വന്നിട്ടുണ്ട്. വന്നതായിട്ടൊന്നും കാര്യമില്ല, അവർക്ക് വഴിയൊന്നും അറിയില്ല. ഞങ്ങൾക്ക് മാത്രമേ ഇത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൂ. അതിൽ ജുബിന് ഏത് കേക്ക് ഓർഡർ ചെയ്യണം, എത്ര സൈസ് വേണം, എവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നുള്ള ഭയങ്കര പ്ലാനിങ്ങാണ്. താഴേന്ന് മേലോട്ട് എസ്കലേറ്റർ. അവിടെ എല്ലാ സ്റ്റെപ്പല്ല, ഫുൾ എസ്കലേറ്ററാണ് എല്ലാ ഭാഗത്തും. കുറച്ച് ഹൈറ്റുള്ളതാണെങ്കിൽ എസ്കലേറ്റർ, ജസ്റ്റ് മുകളിലേക്കുള്ളതാണ് നടന്ന് കയറാം. ബാക്കിയെല്ലാം എസ്കലേറ്ററാണ്. അപ്പോൾ ഞങ്ങളിവിടെ ടാപ്പ് ചെയ്തു പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ ബ്രിഡ്ജിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ നിന്ന് ഒരു 100-150 മീറ്റർ ഇങ്ങോട്ട് പോകുന്ന ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോന്നു. ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന ഈ സമയത്ത് ഞങ്ങൾ ഈ ബ്രിഡ്ജിൻ്റെ തൊട്ടപ്പുറത്തൊരു ബ്രിഡ്ജുണ്ട്, അവിടെ എത്തിച്ചെന്ന്. ഈ കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് തന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ അവിടേക്ക് വന്നത്. സ്റ്റുഡൻസ് പറഞ്ഞായിരുന്നു ആ ഓപ്പോസിറ്റ് സൈഡാണെന്ന്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഇവിടേക്ക് വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് നടക്കണം, ആ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് നടക്കണം. ഇനി ഇവിടെ നിന്നൊരു 300 മീറ്റർ, 300 അല്ല 500 മീറ്റർ മാക്സിമം ഉണ്ടാവും, നടക്കാനുണ്ടാവും. കാരണം ഭയങ്കര തണുപ്പും, നടന്നിട്ട് അങ്ങ് പോകുന്നില്ല. ഇല്ല, നല്ല ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് ടൂറിസ്റ്റേഴ്സിന്. ഊബറിൻ്റെ നല്ല ബോട്ടുകൾ നമുക്ക് അടിക്കലെടുത്ത യാത്ര ചെയ്യിച്ച്. പിന്നെ സൈഡൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലേസൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഇരുന്നിട്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട്. ലണ്ടൻ്റെ ശരിക്കും മെയിൻ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ ലണ്ടൻ ബ്രിഡ്ജ് തൊട്ടടുത്ത് ഉള്ള ഈ ഒരു ഹോട്ടൽ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് ആ ഒരു പഴയ സ്റ്റൈലിൽ തന്നെ പുതുതായിട്ട് ചെയ്ത ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണിത്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നൊരു സ്ഥലം. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല വൃത്തിയിട്ട്. ഫൈനലി ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇവിടെ വന്ന്, ഞാൻ നാട്ടിൽ നിന്ന് നോട്ട്ബുക്കിൻ്റെ ബാക്കിലൊക്കെ കണ്ട ആ ഒരു പിക്ചർ, അത് സെയിം അത് ഞാൻ ഇവിടുന്ന് കണ്ടു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം